അപ്പോൾ നമ്മൾ തൊടുമ്പോൾ ബുദ്ധിമുട്ടാണ്, കയ്യിൻ്റെ ഇതൊക്കെ വരുമ്പോൾ. ഇത് ലെൻസാണ്. ഇത് നമ്മൾ ടാഗിൽ എഴുതിയിട്ടിട്ട് സൂര്യനെ നോക്കുമ്പോൾ സൂര്യഗ്രഹണ സമയത്ത് ചെറുപ്പത്തിൽ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയിട്ട് സർജറി കഴിഞ്ഞിട്ട് 3 ലക്ഷം വരെയുള്ള അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ലെൻസ് വെച്ചാൽ. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇതിലേ കൂടി നോക്കണം. മേഘങ്ങളൊക്കെ കാണാം, ഇതിനെ നോക്കിയാൽ ഗാലക്സി കാണാം, നെബുല കാണാം. നമ്മൾ അതിൻ്റെ ഇവിടെ ഒരു ഈ അളവില്ലേ, ഈ അളവ് സെറ്റിങ്സ് ചെയ്തിട്ട് വേണം ഇതൊക്കെ നോക്കുക. ഇതതിൻ്റെ വെയിറ്റ് ക്രമീകരിക്കുന്ന സാധനം. ട്രൈപ്പോഡിന് മാത്രം AI പറഞ്ഞ്, നമ്മൾ മെറ്റേൻ്റെ AI ഇല്ലേ, അവർ പറഞ്ഞ് ട്രൈപ്പോഡിന് മാത്രം 3 കിലോൻ്റെ അധികം വെയിറ്റ് ഉണ്ട്. 20 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ്. 25ൻ്റെ അടുത്ത് വരും, 20-ലധികം ഉണ്ട്. ഇതിലെങ്ങനെ നമ്മൾ നോക്കിയാൽ നമുക്ക് ഒബ്ജക്റ്റൊക്കെ കാണാം. പക്ഷേ ഇവിടെ ഒരു സെറ്റിങ്സ് ചെയ്യാണ്ട് അതിൻ്റെ സാധനം ഫിറ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാലും നമ്മൾ ഒബ്ജക്റ്റ് വരുമ്പോൾ അതിൻ്റെ റെഡ് കളർ കാണിക്കും. അപ്പോൾ നമ്മളത് ഫോക്കസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അതാണ് കിട്ടാനുള്ള ബുദ്ധിമുട്ട്. ഇതാണ് ഈ ലെൻസ് ഒന്നും കൂടി ഉണ്ട് തന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇത് വലുതാവുന്നതുകൊണ്ട് പിന്നെ കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട് സെലസ്ട്രോൺ പവർ സീക്കർ 15AZ ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. ഈ ശനിയാഴ്ച മിക്കവാറും കിട്ടും. ഇതാണപ്പോൾ എൻ്റെ വാനനിരീക്ഷണത്തിൻ്റെ ഉപകരണം പറയുന്നത് ഉണ്ടോ. ഇതതിൻ്റെ ബോൾട്ട് കാര്യങ്ങളൊക്കെയാണ്. ഇത് ബോൾട്ട് കാര്യം, ഇതൊക്കെ അതിൻ്റെ സംഭവങ്ങളാണ്. നല്ല നല്ല യന്ത്രങ്ങളൊക്കെയാണ്, ഉപകരണങ്ങൾ, യന്ത്രഭാഗങ്ങളാണിത്. കാരണം അത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ടേ അങ്ങനെ ചെറിയതിൽ ഇതാക്കിയത് അത് ലൂസായി കളിക്കില്ല. ലിവർ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടോ. ഇവിടെ ട്രൈപ്പോഡ് ഇത് വെച്ചിട്ടല്ലാതെ ചെയ്യാനും പറ്റില്ല. ഇതിന് മാത്രം 10 കിലോ വെയിറ്റ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ സംഭവങ്ങൾ പറയുന്നത്.